പ്രധാന വാർത്തകൾ വായിക്കുന്നത് അന്യാസി മനോജ്. സെന്റ് ജോർജ് എൽ.പി. സ്കൂളിൽ അപ്പാനി പലഹാരമേള നടന്നു. കൂടുതൽ വാർത്തകൾ അറിയാം. അതിനായി നമ്മുടെ പ്രതിനിധി ആദിദേവൻ പ്രഭുവിന്റെ റിപ്പോർട്ട്. ഇവിടെ നിൽക്കുന്നത് സെന്റ് ജോർജ് എൽ.പി. സ്കൂൾ ചെങ്ങന്നൂരിലാണ്. ഇവിടെ അപ്പാനിയ പലഹാരമേള നടക്കുകയാണ്. നമുക്കന്നത് കാണാം. എൽ.പി. സ്കൂൾ ചെങ്ങന്നൂരിലെ കുട്ടികൾ വിവിധതരം പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പലതരം പലഹാരങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഉപ്പേരിയുണ്ട്, വട്ടയപ്പമുണ്ട്, പുട്ടും പഴമുണ്ട്, ചേമ്പുണ്ട്, ദോശയുണ്ട്, അവൽ നിറച്ചതുണ്ട്, ചീരയുണ്ട്, ഉപ്പേരിയുണ്ട്, കപ്പയുണ്ട്, അടയുണ്ട്, ഉണ്ണിയപ്പമുണ്ട്, ഇഡലിയുണ്ട്, ഇടിയപ്പമുണ്ട്. ശൈല ടീച്ചറോട് ഈ അപ്പാനിയ പലഹാരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇന്നലെ പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഒരു പലഹാരമേളയെ കുറിച്ച് തീരുമാനിച്ചത്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിട്ടു. എല്ലാ കുട്ടികളും അവരവരെ കഴിയുന്ന രീതിയിലുള്ള പലഹാരങ്ങൾ അവരുടെ പേരൻസ് ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ട്. പഴയ കാലത്തുണ്ടായിരുന്ന പലഹാരങ്ങള്, പുതിയതായിട്ടുള്ളത് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ പലഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ എല്ലാ കുട്ടികൾക്കും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ടീച്ചറുടെ പേര് ചോദിക്കാം. എന്റെ പേര് ശാലിനി. ഇതുണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് പഴങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിപ്പോ ടീച്ചർ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഏത്തക്ക ഉണ്ട്, ഓറഞ്ച്, തണ്ണിമത്തൻ, പിന്നെ നമ്മുടെ നാടൻ പഴമായ ഓമയ്ക്ക, അതുപോലെ പേരയ്ക്ക, ഇപ്പൊ പിന്നെ വേണ്ടിയത് ഇച്ചിരൂടെ മധുരത്തിന് പഞ്ചസാര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് ടീച്ചർ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ടീച്ചർക്ക് ഇപ്പൊ ഇവിടെ ഇത്രയും കിട്ടിയ പഴങ്ങൾ വെച്ചാണ് ടീച്ചർ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പഴങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. കൂടുതൽ പഴങ്ങൾ ഇട്ട് കുറച്ചും കൂടി നല്ലതായിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി ഇത് ഓക്കെ. ആദ്യമായി ഇതിലേക്ക് ഞാൻ ഏത്തക്കാപ്പഴം ഇടുന്നു. നല്ല പഴുത്ത ഏത്തക്കാപ്പഴം വേണേ. ശേഷം തണ്ണിമത്തൻ, ഓമയ്ക്ക, പഴം, പേരയ്ക്ക, ശേഷം ഏറ്റവും ലാസ്റ്റ് ഓറഞ്ച്. പഴങ്ങൾക്കൊക്കെ നല്ല മധുരമുണ്ട്. എന്നാലും ഇച്ചിരി മധുരം കൂടി വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാമേ. പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ ഒത്തിരി വേണ്ട,
കുറച്ച് ഈ പഴങ്ങൾക്കെല്ലാം ഒരു മധുരം ഉണ്ടല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഒരു ഇച്ചിരി കൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇവിടെ സലാഡ് റെഡിയാ കണ്ടോ. ഇതിനോട് ഇച്ചിരി ഐസ്ക്രീം കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ലത്. കഴിച്ചിട്ടുണ്ടോ അങ്ങനെ? കഴിക്കുന്നു അല്ലേ? ഇച്ചിരി ടേസ്റ്റ് നോക്കാം നമ്മുടെ ചാനലുകാരൻ കൊടുക്കുക. ഇത് സൂപ്പറാ. നിങ്ങൾ എല്ലാരും വീട്ടിൽ ചെന്നിട്ട് ഇത് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. ഇത് ആരോഗ്യത്തിനും നല്ലതാണ്. നിങ്ങൾ കണ്ടോണ്ടിരുന്നത് സെന്റ് ജോർജ് LP സ്കൂൾ ചെങ്ങന്നൂരിലെ അപ്പാനിയ പലഹാരമേളയിലെ വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്നേഹത്തോടെ ആദിത വെമ്പർഹു.